നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന ടാരോട്ട് ലവ് എനർജീസിൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്കും വാട്സപ്പ് ചാനലിലേക്കും എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് എത്തി നോക്കാം. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് എങ്ങനെയുള്ള സ്നേഹമാണ്? കാമം, ആകർഷണം, ആത്മാർത്ഥ സ്നേഹം, അല്ലെങ്കിൽ കാര്യസാധ്യം? ഇതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ഇടനിലക്കാരനുണ്ട് എന്നുള്ളത് വാസ്തവമായ സത്യമാണ്. ഇടനിലക്കാരൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു ബ്രോക്കർ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെയും ഈ വ്യക്തിയുടെയും മ്യൂച്വൽ ഫ്രണ്ട് ആകാം. മ്യൂച്വൽ ആയിട്ടുള്ള സുഹൃത്ത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഇവിടെ തീർത്തും കാണാൻ കഴിയുന്നത് നിങ്ങൾക്കിടയിൽ നിങ്ങളെ രണ്ടുപേരെയും യോജിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി ഇവിടെ കിടന്ന് പ്രധാനമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നതായി നമുക്കിവിടെ കാണാം. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും പ്രണയബന്ധത്തിലായിട്ടുള്ളത്. ഇവിടെ തീർത്തും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന രണ്ട് വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും. പക്ഷെ നിങ്ങളെ ഒന്നിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിക്കുന്ന രീതിയിൽ എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കിടയിലുണ്ട്. അത് സ്വഭാവമാകാം, കാഴ്ചപ്പാടാകാം, കഴിവുകളാകാം, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾ സമതുല്യരാണ് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ സമ്പാദിക്കുന്ന രണ്ട് വ്യക്തികളായി കാണിക്കുന്നു, അല്ലെങ്കിൽ രണ്ട് വ്യക്തിത്വങ്ങൾ ഉള്ള രണ്ട് വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് രണ്ടു പേർക്കും മറ്റുള്ളവരുടെ മുന്നിൽ നല്ല രീതിയിലുള്ള ഒരു വിലയുള്ളതായി കാണുന്നു. മറ്റുള്ളവർ വളരെയധികം ബഹുമാനത്തോടു കൂടിയും ആദരവോടു കൂടിയുമാണ് നിങ്ങളെ കാണുന്നത്. ഇവിടെ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് വളരെയധികം ആകർഷണത്തോടു കൂടിയുള്ള പ്രണയമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ തീർത്തും പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഊർജങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. പ്രധാനപ്പെട്ട ഊർജം എന്ന് പറയുമ്പോൾ ഇവിടെ തീർത്തും നിങ്ങളെ ഈ വ്യക്തിയിലേക്കും ഈ വ്യക്തി നിങ്ങളിലേക്കും വളരെയധികം ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു ഊർജം നിങ്ങൾക്കിടയിൽ പ്രവഹിക്കുന്നതായി നമുക്കിവിടെ കാണാം. തീർത്തും ഇവിടെ സ്ത്രീ കഥാപാത്രങ്ങൾ, അതായത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സ്ത്രീകളാകാം, പുരുഷന്മാരാകാം. അപ്പോൾ ഇവിടെ സ്ത്രീകളുടെ വളരെയധികം ഊർജം മുന്നിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ പുരുഷൻ പല രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എങ്കിൽ പോലും സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ ഈ വ്യക്തിയെ വേണം എന്നുള്ള ആഗ്രഹം ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കാണ് ഉള്ളത്. പക്ഷെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളതും നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർത്തും യഥാർത്ഥ സ്നേഹവും ആകർഷണവും തന്നെയാണ്. അതുമാത്രമല്ല, നിങ്ങളുമായിട്ട് ഒരുമിച്ച് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വെക്കണമെന്ന് ഈ വ്യക്തിക്ക് താല്പര്യമുണ്ട്. നിങ്ങളെ ആദ്യമായി കണ്ടപ്പോൾ മുതൽ തൊട്ട് തന്നെ ഒരുപക്ഷെ അതൊരു വ്യവസായമാകാം, ബിസിനസ് ആകാം, ഒരുമിച്ചുള്ള എന്തെങ്കിലും ജോലിയാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളോ ആകാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ആദ്യം മാത്രമേ കണ്ടപ്പോൾ തന്നെ ഒരുമിച്ച്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഒരു പ്രണയബന്ധം തുടങ്ങണമെന്നും ഒരുമിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ തുടങ്ങി വെക്കണമെന്നും ഈ പേഴ്സൺ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുമിച്ചുള്ള ജോലിയോ അല്ലെങ്കിൽ വ്യവസായമോ മറ്റെന്തെങ്കിലും ആകാം. അപ്പോൾ തീർത്തും അത് അങ്ങനത്തെ ഒരു ഉദ്ദേശം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കിപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളിലൂടെ, അല്ലെങ്കിൽ നിങ്ങളുമായി ഒരുമിച്ച് വിജയിക്കണം എന്നുള്ള ചിന്താഗതിയും ഈ വ്യക്തിയെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ തീർച്ചയായിട്ടും ഇതിപ്പോൾ ഒരു തേർഡ് പാർട്ടി അവസ്ഥ വന്ന് മുഴുവനായിട്ട് മൂടപ്പെട്ടു പോയിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നു. മൂടപ്പെട്ടു പോവുക എന്ന് പറയുന്നത് തീർത്തും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നിങ്ങൾക്കിടയിൽ ഒരുപാട് പദ്ധതികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്.
ഈ പ്രണയബന്ധം തുടങ്ങിയപ്പോൾ മുതൽ തൊട്ട് തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടായിരുന്നു. അത് ഒരുമിച്ച് തന്നെ അനുഭവിച്ച് തീർക്കണമെന്നും ആ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കണമെന്നും ആയിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും ഉദ്ദേശം. നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് തടസ്സമായിക്കൊണ്ട്, അതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരു മൂന്നാമത് ഒരു വ്യക്തിയുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. തീർത്തും ഈ വ്യക്തിയുടെ ആവശ്യങ്ങൾ പലതും തേർഡ് പാർട്ടിക്ക് അറിയാമായിരുന്നു. അങ്ങനെ തേർഡ് പാർട്ടി നല്ല രീതിയിൽ ഈ വ്യക്തിയെ ദുരുപയോഗം ചെയ്തു എന്നാണ് കാണപ്പെടുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ വിശ്വാസവും കഴിവും ആവശ്യങ്ങളും ഒരുപക്ഷെ തേർഡ് പാർട്ടി അറിഞ്ഞുകൊണ്ട് ഈ വ്യക്തിയെ കൈക്കലാക്കി, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ വലയിലേക്ക് ആക്കി വെച്ചു. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും നിങ്ങളോടുള്ള സ്നേഹം യാതൊരു തരത്തിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും ഇവിടെ ധാരാളം തെറ്റിദ്ധാരണകൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ തെറ്റിദ്ധാരണകൾ ഉടലെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് തേർഡ് പാർട്ടി മൂലം ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെയധികം വ്യത്യാസങ്ങളാണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ലായിരിക്കാം. നിങ്ങളുമായിട്ട് കണ്ടുമുട്ടണം എന്ന് വിചാരിക്കുന്ന എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടോ അതെല്ലാം ഈ തേർഡ് പാർട്ടി വന്ന് ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥകളായിട്ട് കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പോലും ചില സമയങ്ങളിൽ തോന്നിയേക്കാം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം കപടമാണോ, ആത്മാർത്ഥതയാണോ, അല്ലെങ്കിൽ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഒരു സ്നേഹമാണോ? ഇങ്ങനെയുള്ള ഒരു സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലും ഉടലെടുക്കുന്നുണ്ട്. കാരണം സംശയങ്ങൾ കൂടുതൽ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് സാഹചര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ തീർത്തും ഈ വ്യക്തി നിരപരാധിയാണ്. കാരണം ഈ വ്യക്തിക്ക് എന്തൊക്കെയോ പദ്ധതികൾ ഉണ്ടായിരുന്നു. അത് നന്നായി പണം സമ്പാദിക്കാനും സൽപ്പേര് ഉയർത്താനും വേണ്ടിയിട്ടുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഒരു അതിഥിയെ പോലെ ഒരു ഗസ്റ്റ് റോളിൽ വന്നതാണ് ഈ ഒരു തേർഡ് പാർട്ടി. പക്ഷെ അതിപ്പോൾ നിങ്ങൾക്കിടയിൽ വലിയൊരു ഊരാക്കുടുക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാലചക്രം കുറച്ച് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, സ്ത്രീകളുടെ ഊർജം വളരെയധികം ഉയർന്ന തലത്തിൽ കാണപ്പെടുന്നു. ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നതും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതും ഇതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് അഫർമേഷൻസ്, സ്പെൽ വർക്കുകൾ ഇതെല്ലാം ചെയ്യുന്നത് ഒരുപക്ഷെ സ്ത്രീകളായിരിക്കാം. അതുമാത്രമല്ല, ഈ വ്യക്തിയെ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ള ചിന്ത ഇവിടെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കായിട്ടാണ് കാണപ്പെടുന്നത്. കാരണം നിങ്ങൾക്കും ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാൻ പറ്റിയ ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഈ വ്യക്തിയുടേത് മാത്രമാണ് എന്നുള്ള സത്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം. അത് ഈ വ്യക്തിക്കും അറിയാം. അപ്പോൾ തീർത്തും ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ വിട്ടു പോകാനോ, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റിപ്പിടിക്കാനോ, നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരു വ്യക്തിയെ കൊണ്ടുവരാനോ സാധിക്കില്ല. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി മറ്റാരെ കൊണ്ടോ കഷ്ടപ്പെടുന്നുണ്ട്, മറ്റാരുടെയൊക്കെയോ ശല്യം അനുഭവിക്കുന്നുണ്ട്. അത് തീർത്തും ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ്. ഗതികേട് കൊണ്ടാണ് ഈ വ്യക്തി മറ്റു പലവരെയും സഹിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഇഷ്ടം കൊണ്ടല്ല. ഇത്രയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർത്തും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് അധികമായിട്ടുള്ള ആകർഷണവും, അതിലൂടെ നിങ്ങളുടെ കഴിവുകളിലൂടെയോ സൗന്ദര്യത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധ്യതകളിലൂടെയോ ഈ വ്യക്തിക്ക് നിങ്ങളോട് ആകർഷണം തോന്നി. അതിലൂടെ അതൊരു ആത്മാർത്ഥ സ്നേഹമായി മാറി. നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ളൊരു ജീവിതം എന്തുകൊണ്ടും അനുയോജ്യമാണെന്നും അത് യാഥാർത്ഥ്യമാക്കുക തന്നെ ചെയ്യും എന്നുള്ള മനോഭാവം തന്നെയാണ് ഈ വ്യക്തിക്കുള്ളത്. അപ്പോൾ ഈ വ്യക്തിക്ക് ആദ്യമുണ്ടായിരുന്ന അതേ ഉദ്ദേശവും സ്നേഹവും ഉദ്ദേശശുദ്ധിയും തന്നെയാണ് ഇപ്പോഴും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. അപ്പോൾ തീർത്തും വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഊർജ്ജമാണ് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഈ വ്യക്തിക്ക് അറിയാം തേർഡ് പാർട്ടിയെ എങ്ങനെ ഇതിൽ നിന്നും പുറത്താക്കണം, തേർഡ് പാർട്ടിയെ എങ്ങനെ പരിപൂർണമായിട്ടും ഇതിൽ നിന്നും ഒഴിപ്പിച്ച് കളയണം എന്നുള്ളത് ഈ വ്യക്തിക്ക് അറിയാം. പക്ഷെ അതിനുള്ള സമയമായിട്ടില്ല എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്.
ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ തീർത്തും ഈ വ്യക്തിയുടെ മാനിഫെസ്റ്റേഷനിലും മാനസികപരമായിട്ടുള്ള ആഗ്രഹങ്ങളിലും സ്വപ്നങ്ങളിലും നിങ്ങളെക്കുറിച്ച് വരുന്നുണ്ട്. നിങ്ങളുടെ മുഖം തന്നെയാണ് എല്ലാ ദിവസവും ഈ വ്യക്തിയുടെ മനസ്സിൽ ദർശനം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് അത്ര പെട്ടെന്ന് മുറിച്ചു മാറ്റുവാൻ സാധ്യമല്ല. ഇത്രയുമാണ് ലഭിച്ചിട്ടുള്ളത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ അറിയാവുന്ന വ്യക്തികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.